നമ്മൾ ഈ ചുക്കിച്ചുളിഞ്ഞ് ഉള്ള പോലെയുള്ള സ്കിന്ന് പെട്ടെന്ന് വളരെ, അതായത് പ്രായമാവാതെ തന്നെ സ്കിന്ന് ഡാമേജ് ആവുക, കോളജൻ നഷ്ടപ്പെടുക, അങ്ങനെയുള്ളതിനൊക്കെ നമ്മളൊരു ഓയിൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനതിൻ്റെ മെഷർമെൻറ്റ് എഴുതി കാണിക്കാം. കാരണം ഞാൻ ഫോർമുല ഇനി ലാസ്റ്റ് ഇടില്ല. കാരണം പലരും ഇത് പറയുന്നത് കേൾക്കാതെ എന്താ പറയുക, അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് എന്ത് സ്കിന്നിനാണ്, ഇൻഗ്രീഡിയൻസ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ഞാൻ തരുന്നത് നമ്മുടെ സ്കിന്നിന് ചേർന്ന രീതിയിൽ ഓൾട്ടർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ ഞാൻ തരുന്ന ഫോർമുല അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ ഡാമേജ് ആയിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈസിയാണ് ലാസ്റ്റ് ഫോർമുല ഇടാനായിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ എഴുതി കാണിക്കാൻ പോകണം, എങ്കിൽ മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ അത്. അപ്പോൾ എന്താണ് ആ ഇൻഗ്രീഡിയൻസ് എന്ന് പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പോയി അതുപോലെയുള്ള നല്ല നല്ല ഫോർമുലേഷൻസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് ഓയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഇതെന്ന് പറയുന്നത് സ്ക്യൂലൈൻ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കോ കാപ്രലേറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഫാറ്റൊക്കെ നീക്കി വളരെ വാട്ടറി പോലെയുള്ള ഒരു സാധനമാണ്. പെട്ടെന്ന് ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ്. പക്ഷേ എന്ന് പറയുന്നത് സാധാരണ സ്കിന്നുകൾ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓയിലി സ്കിന്നുകൾക്കും ഈ പറഞ്ഞ മാതിരി ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ സാഗി ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഇതിൽ കുറച്ച് ഫാറ്റുള്ള ഓയിലുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ അതിൽ പറഞ്ഞ പോലെ നമ്മുടെ വൈറ്റമിൻ സി ഒത്തിരി ഉള്ളത്, അതുപോലെ ചെറിയ SPF ചില ഓയിലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, പക്ഷേ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. പിന്നെ ചിലൊരു ഓയിലിൽ സിലിക്കോൺ എന്ന് പറയുന്ന ഡെമിറ്റിക്കോൺ എന്ന് പറയുന്ന ഓയിലുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡിങ് ഈസി ആയിരിക്കും. പക്ഷേ അത് 100% നാച്ചുറൽ നമ്മൾ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് നാച്ചുറലി ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമുക്ക് ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ 51% ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഹബോബ ഓയിൽ എന്ന് പറയുന്നത് 15% ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ മെയിനായിട്ട് ഫാറ്റി ആസിഡും വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ തന്നെ ഹബോബ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിന്നിൻ്റെ സെബം അതിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറുമാണ്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിടാം. ഹബോബ ഓയിൽ കൂടുതൽ എടുത്തിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ കുറയ്ക്കാം, അങ്ങനെ ചെയ്യാം. ഗ്രേപ്പ് സീഡ് ഓയിൽ ഞാൻ 10% ആണ് എടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതുപോലെ വൈറ്റമിൻ എ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉള്ളൊരു കാര്യമാണ്. ഇനി നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ് അർഗൻ ഓയിൽ. ഇത് നമ്മുടെ കോളജൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഞാൻ 8% ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തിരിച്ചിടാം. അതായത് ഗ്രേപ്പ് സീഡ് ഓയിൽ നമുക്ക് 8 എടുത്തിട്ട് അർഗൻ ഓയിൽ വേണമെങ്കിൽ 10 എടുക്കാം. കാരണം ഇത് ഒത്തിരി നല്ലതാണ്. പക്ഷേ ഞാനിത് ബോഡിക്ക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലും കൂടിയാണ്. ഇനി 2 കാര്യം, അതായത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഓയിലുകളാണ്. വൈറ്റമിൻ സി ഒത്തിരിയുള്ള, അതായത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനും കോളജൻ സപ്പോർട്ട് ചെയ്യാനും ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന 2 ഓയിൽ, റോസ് ഹിപ്പ് ഓയിൽ ആൻഡ് സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ. റോസ് ഹിപ്പ് ഓയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 8%, സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 5% ആണ്. ഇനി കാസ്റ്റർ ഓയിലാണ്. ഇതിനൊരു ക്ലെൻസിങ് പവർ ഉണ്ട്, അതുപോലെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും. പക്ഷേ അതിൻ്റെ പ്രശ്നം നമുക്ക് അധികം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ സെസമി സീഡ് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് രണ്ടും ഓരോന്ന് വീതം 1% ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഈ സെസമി സീഡ് ഓയിലിന് ചെറിയൊരു SPF പ്രൊട്ടക്ഷൻ ഉണ്ട്, സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. വിറ്റമിൻ E 0.50 അത് മെയിനായിട്ട് ഓക്സിഡൈസ് ചെയ്യാതിരിക്കാനാണ്. ഇപ്പോഴും ഇതിൽ എസെൻഷ്യൽ ഓയിലുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഗുണമുള്ള എസെൻഷ്യൽ ഓയിൽ. ഞാൻ 0.25 നിരോളി, 0.25 ലാവൻഡർ, ഇത് രണ്ടുമാണ് ഉപയോഗിച്ചത്. ഇത് പെട്ടെന്ന് സ്കിൻ റീജനറേറ്റ് ചെയ്യാൻ, പ്ലസ് നമുക്കൊരു നല്ല മണം ഉണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും യൂസ് ചെയ്യാൻ തോന്നും അല്ലേ. അപ്പം അങ്ങനെയുള്ള എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് ഉപയോഗിക്കാം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.